Good afternoon, students. Good afternoon, ma'am. Good afternoon, ma'am. എല്ലാരും മ്യൂട്ട് ചെയ്യട്ടാ. ഓക്കെ. എല്ലാരും മ്യൂട്ട് ചെയ്യാ. ഓക്കെ, ഒരാൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഒരാൾ മ്യൂട്ട് ചെയ്തില്ലെങ്കിൽ ആർക്കും കിട്ടില്ല കേട്ടാ. ഓക്കെ ഓക്കെ ഓക്കെ. ലെറ്റ് us start our class. ഓക്കെ. Yes, ma'am. എന്താ കാണുന്നത്? സ്ലൈഡ് കാണുന്നില്ല അമ്മ? ആരാണ് സ്ലൈഡ് കാണാത്ത? ആരോ സ്ലൈഡ് കാണുന്നില്ല എന്ന് പറഞ്ഞു. ആരെയോ ഓക്കെ? ഓക്കെ ആണോ? അല്ല മാം, സ്ലൈഡ് കാണുന്നില്ല. സ്ലൈഡ് കാണുന്നില്ലേ? ഇല്ല, ആ ഒരു പേജ് ബ്ലാങ്ക് ആയിട്ട് കാണുന്നത്. എഴുതിയത് കാണാൻ പറ്റുന്നുണ്ടാ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ലെറ്റ് us start our today's class. ഓക്കെ. ഊണൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കണം. ഒരു ഗ്രാമർ ക്ലാസ് ആവാം. ഓക്കെ. കഴിഞ്ഞ ക്ലാസ്സിൽ ഏത് നമ്മൾ പഠിച്ച്? കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച് ഡോക്ക് കിട്ടിയ നോട്ട്സ് കിട്ടിയ നോട്ട്സ് സെന്റൻസസ് നോട്ട്സ് കിട്ടിയോ? മാം നോ കിട്ടിയില്ല. കിട്ടി മാം, കിട്ടി. കിട്ടി. കിട്ടാത്തവര് മേടിക്കുക കേട്ടോ. ടെക്നിക്കലി പോയി നോക്കി അവരോട് ചോദിച്ച് മേടിക്കുക കേട്ടാ നോട്ട്സ് സെന്റൻസസിന്റെ. പിന്നെ മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കിയാ? മോക്ക് ടെസ്റ്റ് 5 മിസ് തന്ന് ചെയ്ത് നോക്കിയാ? 5 ചെയ്ത് നോക്കുക കേട്ടോ. എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് തന്നെ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ നമുക്ക് ടുഡേസ് ക്ലാസ്, ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഏതാ പഠിച്ച്? സെന്റൻസസ് അല്ലെ? ഫസ്റ്റ് ലെസൺ ഏതാ? സെന്റൻസസ്. സെന്റൻസസ് എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പഠിച്ച്? സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് അല്ലെ, വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ ഇറ്റ്സെൽഫ് അല്ലെ. സെന്റൻസ് ഹാസ് 2 പാർട്സ്. എവരി സെന്റൻസ്, എല്ലാ സെന്റൻസിനും 2 പാർട്ട്. എവരി സെന്റൻസ് ഹാസ് 2 പാർട്സ്, സബ്ജക്റ്റ് ആൻഡ് പ്രെഡിക്കേറ്റ് അല്ലെ. സബ്ജക്റ്റ്, ദ പാർട്ട്. സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനെ പറ്റി പറയുന്നു? ആരെ പറ്റി പറയുന്നു? അതിനെന്താ പറയാ? സബ്ജക്ട് എന്ന് പറയുന്നു. ഓക്കെ. ദ പാർട്ട് വിച്ച് ടെൽസ് അബൌട്ട് സബ്ജക്ട്, പ്രെഡിക്കേറ്റ്. 4 തരത്തില് സെന്റൻസ് ഉണ്ട്. അസർട്ടീവ്, ഇംപരേറ്റീവ്, ഇൻട്രോഗേറ്റീവ്, എക്സ്ക്ലമേറ്ററി. ഓർമ്മയുണ്ടാ? ഓക്കെ. ഓർമ്മയില്ലേ? ആൻഡ് 4ാമത്തെ പഠിച്ച വേറൊരു പഠിച്ചു അല്ലെ? ക്ലോസ് സ്ട്രക്ചർ. ക്ലോസ് ഘടനാ രീതി പ്രകാരം വാക്യങ്ങളെ 4ആയി ക്ലാസിഫൈ ചെയ്യുന്നു. ഏതൊക്കെയാ പഠിച്ചേ? സിമ്പിൾ സെന്റൻസസ്, കോംപ്ലക്സ് സെന്റൻസസ്, കോമ്പൗണ്ട് സെന്റൻസസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസ്. ഓക്കെ. ഇനി ടുഡേ നമുക്ക് ഏതാ നമ്മുടെ ക്ലാസ്? പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ. ചാപ്റ്റർ 2 പാർട്സ്. ഓക്കെ. പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ. പാർട്സ് ഓഫ് സ്പീച്ച് എന്നിട്ടുണ്ടല്ലേ നമ്മള് ഗ്രാമർ, ഇംഗ്ലീഷ് ഗ്രാമർ. പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ. ടുഡേ നമുക്ക് let us consider what are parts of speech. Okay, അതെന്താ നോക്കാം. Okay, there are 8 words of classes. Okay, there are 8 words of classes or parts of speech in English. Okay, there are 8 words of classes or parts of speech in English. Okay, let us consider first. ആദ്യത്തെ നമുക്ക് നോക്കാം. Okay, first one, ഒന്നാമത്തേന് 1 noun. ഓക്കെ. noun അറിയാം അല്ലെ? നിങ്ങൾക്ക് എല്ലാവർക്കും noun എന്താ? നാമം അല്ലെ? noun. ഓക്കെ. മ്യൂട്ടാക്കുക കേട്ടാ. സാഫിയ മ്യൂട്ടാക്കുക, എല്ലാരും മ്യൂട്ടാക്കുക. അപ്പൊ മറ്റൊരാൾക്ക് കിട്ടില്ല. noun എന്ന് പറഞ്ഞാൽ എന്താ?
A noun is a word. Noun is a Naming word. very good. A noun is a word used as the name of a person, place, or thing. Noun is a word which is used as the name of a person. Okay, name of a person, thing, പിന്നെന്താ place. Okay, അതിനാണ് എന്ത് പറയാ? Noun, person. Okay, person, thing, സാധനം അല്ലെ, thing, പിന്നെ സ്ഥലം. ഓക്കെ, ഇതിനൊക്കെ ഏതാ പറയാ? നൗൺ, നാമം. ഓക്കെ, നൗൺ എന്ന് പറഞ്ഞാൽ എന്താ? എ നൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ആസ് ദ നെയിം ഓഫ് എ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ചില് 8 വേർഡ്സ് ഓഫ് ക്ലാസ്സസ് ഉണ്ട്. അതിൽ ഒന്നാമത്തെയാണ് നൗൺ. ഓക്കെ, നൗണിന്റെ എക്സാമ്പിൾ എന്ന് പറയാം, നമുക്ക് നോക്കാം. അക്ബർ. Akbar was a great king. Akbar was a great king. Akbar was a great king. Okay. അതിൽ ഏതാണ് നൗൺ? പറയൂ, നൗൺ ഏതാ? പറയൂ. വെരി ഗുഡ് അല്ലേ? അക്ബർ. ഇനി രാജു. രാജു ഈസ് എ ഗുഡ് ബോയ്. രാജു ഈസ് എ ഗുഡ് ബോയ്. ഓക്കെ, ഇതിനകത്ത് നൗൺ ഏതാ? പറയൂ. രാജു. രാജു അല്ലെ? സീത. സീത ഈസ് എ ടോൾ ഗേൾ. സീത ഈസ് എ ടോൾ ഗേൾ. ഇതിനകത്ത് നൗൺ ഏതാ? പറയൂ. സീത. വെരി ഗുഡ്. ട്രിവാൻഡ്രം. ട്രിവാൻഡ്രം ഈസ് എ സിറ്റി. ഓക്കെ, ട്രിവാൻഡ്രം ഈസ് എ സിറ്റി. ഇതിനകത്ത് നൗൺ ഏതാ? പറയൂ. അല്ലെ, സ്ഥലം. ഓക്കെ, ഇനി ദ ബുക്ക്. ഓക്കെ, ദ ബുക്ക് ഈസ് ഇൻ the book is on the table. Okay, the book is on the table. ഇതിനകത്ത് ഏതാ നൗൺ? അറിയൂ. നൗൺ വിട്ടിട്ടില്ല. അപ്പൊ നൗൺ എന്താ? നൗൺ എന്ന് പറഞ്ഞാൽ ദ വേർഡ്. ഏതൊരു വാക്കാണോ നൗൺ എന്ന് പറഞ്ഞാൽ the word which denotes name of a person. അല്ലെ, പേഴ്സൺ, പേര് അല്ലെ, പേര്. പിന്നെന്താ? തിങ്, സാധനം അല്ലെ, സാധനം. നെയിം ഓഫ് എ വേർഡ്, പേഴ്സൺ, തിങ്. പിന്നെ ഏതാ? പ്ലേസ്, സ്ഥലം. ഓക്കെ, ഇതിനെയാണ് എന്ത് പറയാ? നൗൺ. ഓക്കെ, ഓക്കെ, ഓക്കെ അല്ലെ? നൗൺ, നാമം. ഇനി രണ്ടാമത്തെ എന്താ? പ്രോനൗൺ. ഓക്കെ, പ്രോനൗൺ. പ്രോനൗൺ എന്ന് പറഞ്ഞാൽ എന്താ? സർവനാമം അല്ലെ? നൗണിന് പകരം യൂസ് ചെയ്യണമെന്ന് നമ്മൾ എന്താ പറയാ? പ്രോനൗൺ. നോക്കാം എന്താണ്. എ പ്രോനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് എ നൗൺ. നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യണേ ഞാൻ എന്താ പറയാ? പ്രോനൗൺ. ഓക്കെ, ശ്രീജിത്ത് ഈസ് ആബ്സെന്റ് ബിക്കോസ് ഹി ഈസ് ഇൽ. ശ്രീജിത്ത് വന്നിരുന്നില്ല, ശ്രീജിത്ത് പ്രസന്റ് ആയിരുന്നില്ല. ശ്രീജിത്ത് ഈസ് ആബ്സെന്റ്. ശ്രീജിത്ത് വന്നിരുന്നില്ല. എന്തുകൊണ്ടാ? ബിക്കോസ് ഹി ഈസ് ഇൽ. അവന് പനിയായിരുന്നു. ഓക്കെ, ബിക്കോസ് ഹി ഈസ്. ഇതിനകത്ത് പ്രോനൗൺ ഏതാ വരിക? പ്രോനൗൺ ഹി. വെരി ഗുഡ്. അത് തന്നെ. എന്താ പറഞ്ഞ മിസ്? നൗണിന് പകരം യൂസ് ചെയ്യണതാണ് പ്രോനൗൺ. രാജുവിന്റെ പ്രോനൗൺ ഹി അല്ലെ? ഹി യൂസ് ചെയ്യാം. സീത എന്ന് പറയുമ്പോ എന്താ? ഷീ. ഓക്കെ, ബുക്കിന് നമുക്ക് എന്താ? ഇറ്റ് അല്ലെ? ഓക്കെ, അപ്പൊ the words which are used instead of a noun അല്ലെ? നൗണിന് പകരം യൂസ് ചെയ്യണ എന്താ പറയാ? നൗണിന് പകരം യൂസ് ചെയ്യണ വേർഡ്സിനാണ് പ്രോനൗൺസ്. ഓക്കെ, ഹി. അപ്പൊ ദേ, വി അതൊക്കെ പ്രോനൗൺ ആയിട്ട് കൂട്ടാൻ പറ്റോ? ദേ, വി അതൊക്കെ ഏതാണ്? ദേ, വി അതൊക്കെ ഇല്ല. പേര് 3 കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് നെയിം ഓഫ് എ പേഴ്സൺ, ആ വ്യക്തികളുടെ പേര്. സ്ഥലം, പിന്നെ സാധനങ്ങൾ, തിങ്സ്, നോൺ ലിവിങ് തിങ്സ് ഇല്ലേ, അത് 3 എന്താണ്? നൗൺസ്, നാമം. ഓക്കെ, നാമം എന്ന് പറഞ്ഞാൽ. ഇനി എന്താണ്? സിംഗുലർ ആയിരിക്കണമെന്നുണ്ടോ? അത് എന്താണ്? സിംഗുലർ ആയിരിക്കണമെന്നുണ്ടോ? ഇല്ല, സിംഗുലർ ആയിരിക്കണം എന്ന് പറഞ്ഞാല് പേഴ്സൺ, വ്യക്തിയുടെ പേര്, അത് സിംഗുലർ ആയിരിക്കുമല്ലോ.
സ്ഥലം സിംഗുലർ ആയിരിക്കും. തിങ് തിങ് എന്ന് പറഞ്ഞാൽ ഏതിനുള്ള ബുക്ക്, ഫ്ലവർ, ഡെസ്ക്, തിങ് സാധനം, എന്തെങ്കിലും സാധനം, അതൊക്കെ എന്താണ്? നാമം. ഓക്കെ. അതിന് പകരം യൂസ് ചെയ്യണതിന് എന്താ പറയാ? നാമത്തിന് പകരം യൂസ് ചെയ്യണതാണ് സർവനാമം. അതായത് നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യണം. അതായത് ഹി, ഹീ, ഷീ, ഇറ്റ്, ഇതൊക്കെ എന്താണ്? പ്രൊനൗൺസ്. ഓക്കെ. ഇനി മൂന്നാമത്തെ വരുന്നതാണ് 3 വെർബ്. ഓക്കെ. വെർബ്. വെർബ് എന്താണ്? ക്രിയ അല്ലെ? വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ വേർഡ്. വെർബ് ഈസ് എ വേർഡ് വിച്ച് എക്സ്പ്രസ് ആൻ ആക്ഷൻ ഓർ സ്റ്റേറ്റ്. ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്ഥിതി. വെർബ് എന്താണ്? വെർബ് മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. ഒന്നാമത്തെ ഏതാണ്? നൗൺ. രണ്ടാമത്തെ പ്രോനൗൺ. ഓക്കെ. മൂന്നാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ഏതാ? വെർബ്. വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? ഈസ് എ വേർഡ് യൂസ്ഡ് ടു എക്സ്പ്രസ്, ഒരു പ്രവൃത്തി അല്ലെ? ആൻ ആക്ഷൻ. വെർബ് ഈസ് എ വേർഡ് ടു എക്സ്പ്രസ് ആൻ ആക്ഷൻ, ഒരു പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സ്ഥിതി. ഓക്കെ. ഇതിനെന്താ പറയാ? എ സ്റ്റേറ്റ് ഓർ ആൻ ആക്ഷൻ. അതിനെന്താ? വെർബ്. വെർബിന് എക്സാമ്പിൾ എന്ന് പറഞ്ഞേ, ക്രിയക്ക് എക്സാമ്പിൾ റീഡ്, റൈറ്റ്. റീഡ്, റൈറ്റ്, വൺ ജയിക്കുക, റൺ. ഓക്കെ. വാക്ക് അല്ലെ? ഇതൊക്കെ എന്താ? പാർട്സ് ഓഫ് സ്പീച്ച് അല്ലെ? വെർബ്. വെർബ് എന്നുള്ള പാർട്സ് ഓഫ് സ്പീച്ചിന് എക്സാമ്പിൾ ആണ്. ഓക്കെ. ഇനി മിസ് ഒരു എക്സാമ്പിൾ പറയാം. അതിൽ വെർബ് പറയാം. ദ ഗേൾ. ഓക്കെ. ദ ഗേൾ റോട്ട്. ദ ഗേൾ റോട്ട് എ ലെറ്റർ. ദ ഗേൾ റോട്ട് എ ലെറ്റർ ടു ഹെർ കസിൻ. ഓക്കെ. ഇതിനകത്ത് ഏതാ വെർബ്? പറയൂ. വെർബ് പറയൂ. റോട്ട് അല്ലേ? വെർബ്. അപ്പൊ മൂന്നാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച് നമ്മൾ പഠിച്ചു അല്ലെ? മൂന്നാമത്തെ. ഇനി നാലാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച് ഏതാ? അഡ്ജക്റ്റീവ്. ഓക്കെ. അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? വിശേഷണം. ഓക്കെ. വിശേഷണം. നമ്മള് നൗൺസിനെ വിശേഷിപ്പിക്കാൻ, നാമങ്ങളെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യുന്നതിനെ പറയണേ വിശേഷണം. അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ്. ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ നൗൺ. അല്ലെ? നൗണിനെ വിശേഷിപ്പിക്കാൻ, നാമങ്ങളെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യണതിന് എന്താ പറയാ? അഡ്ജക്റ്റീവ്. എക്സാമ്പിൾ ആയിട്ട് ഹി ഈസ് എ ബ്രേവ് ബോയ്. ഹി ഈസ് എ ബ്രേവ്. അവനൊരു ധൈര്യമുള്ള കുട്ടിയാണ് അല്ലെ? അവനൊരു ധൈര്യമുള്ള ആൺകുട്ടിയാണ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വിശേഷനോടെ വേർഡ് ഈസ് അഡ്ജക്റ്റീവ്. ബ്രേവ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ. കിട്ടിയില്ലേ? ഇനി ഒരെണ്ണം മിസ് കാണിക്കാം. സീത. സീത ഈസ് എ സ്മാർട്ട് ഗേൾ. സീത ഈസ് എ സ്മാർട്ട് ഗേൾ. ഓക്കെ. ഇതിനകത്ത് അഡ്ജക്റ്റീവ് എവിടെ? സ്മാർട്ട്. വെരി ഗുഡ്. ഓക്കെ. സ്മാർട്ട്. ദ ഗാർഡൻ. ദ ഗാർഡൻ പൂന്തോട്ടം. ഓക്കെ. ദ ഗാർഡൻ ഈസ് ബ്യൂട്ടിഫുൾ. ഗാർഡൻ നല്ല ഭംഗിയുള്ളതാണ്. ഇതിനകത്ത് വിശേഷണോടെ, അഡ്ജക്റ്റീവോടെ ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ. ഓക്കെ. ഇറ്റ് ഈസ് എ, മിസ് അവനോട് ചോദിക്കും, ഇറ്റ് ഈസ് എ ഗുഡ് ബുക്ക്. എന്താ പറഞ്ഞ മിസ്? വിശേഷണം നൗണിനെ വിശേഷിപ്പിക്കാൻ, നാമത്തെ. ഇതിനകത്ത് എവിടെ അഡ്ജക്റ്റീവ്? അഡ്ജക്റ്റീവ് എവിടെ? വെരി ഗുഡ്. അപ്പൊ മനസ്സിലായാലും എന്തൊക്കെയാ വരിക? വിശേഷണം ഗുഡ്, സ്മാർട്ട് അല്ലെ? വിശേഷിപ്പിക്കാൻ ബ്യൂട്ടിഫുൾ. ഗുഡ്, സ്മാർട്ട്, ബ്യൂട്ടിഫുൾ, ബ്രേവ്, ടോള്. ഇതൊക്കെ എന്താണ്? നൗണിനെ നമ്മൾ വിശേഷിപ്പിക്കണം അല്ലെ? സ്മാർട്ട് പറഞ്ഞു. പിന്നെ ഗുഡ്, ഓക്കെ. ടോൾ, ഷോർട്ട്. ഇതൊക്കെ എന്താ? ചെറിയ, അവനൊരു പൊക്കം കുറഞ്ഞ കുട്ടിയാണ്. നമ്മൾ പറയണെങ്കിൽ എന്താ? നമ്മൾ വിശേഷണം അല്ലെ? ഷോർട്ട്, ടോള്, ബ്രേവ്, ഗുഡ്, ബ്യൂട്ടിഫുൾ. ഇതൊക്കെ എന്താണ്? നാമങ്ങളെ വിശേഷിപ്പിക്കുന്നതാണ്. ഓക്കെ. പറയാം. ജംഷീന അഷ്റഫ് ഡെഫിനിഷൻ പറയാം. എന്താണ് അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? ആൻ അഡ്ജക്റ്റീവ് ഈസ് എ വേർഡ് യൂസ്ഡ് ടു ആഡ് സംതിങ് ടു ദ മീനിങ് ഓഫ് എ നൗൺ. എന്ന് പറഞ്ഞാൽ നാമത്തെ, ഓക്കെ, നാമത്തെ വിശേഷിപ്പിക്കുന്ന.
ഓക്കെ, നാമങ്ങളെ വിശേഷിപ്പിക്കുന്ന, അതായത് രാജു ഈസ് എ ഗുഡ് ബോയ്. രാജു ഈസ് എ ഗുഡ് ബോയ്. ഇതിനകത്ത് അഡ്ജക്റ്റീവ് എവിടെ? ഗുഡ്. ഗുഡ്. വെരി ഗുഡ്. അതായത് നാമങ്ങളെ വിശേഷിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ? അഡ്ജക്റ്റീവ്. ബ്രേവ്, ബ്രേവ്. സ്മാർട്ട്, ഓക്കെ, ബ്രേവ് ഉദാഹരണം സ്മാർട്ട്. ഗുഡ്, ബാഡ്, പിന്നെ ഏതാ പറയാ? ടോള്. ഓക്കെ, ടോള്, ഹാൻസം, അതൊക്കെ എന്താ? ഇതൊക്കെ നമുക്ക് വിശേഷണങ്ങളാണ്. ഓക്കെ, ഇനി അടുത്തത് നാലാമത്തെ. ഇപ്പൊ എത്ര ഏതൊക്കെ നോക്കി? നൗൺ, പ്രൊണൗൺസ്, നാമം, സർവനാമം, ക്രിയ, വിശേഷണം. നൗൺ, പ്രോനൗൺ, വെർബ്, അഡ്ജക്റ്റീവ്. ഇനിയാണ് ആഡ്വർബ്. ഓക്കെ, ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. Adverb is a word used to add something to the meaning of a verb, an adjective or another verb. എന്താണ്? വെർബിന്റെ കൂടെ an adverb, ഒരു വാക്ക് വെർബിന്റെ ക്രിയയുടെ കൂടെ സംതിങ് ടു എക്സ്പ്രസ്, ആഡ് ചെയ്ത് ചെയ്യണതിനാണ് എന്താണ്? ആഡ്വർബ്. എക്സാമ്പിൾ കാണിച്ചു തരാം. He worked, he worked, he worked the sum quickly. He worked the sum quickly. അപ്പൊ എന്താ മിസ് പറഞ്ഞേ? ക്രിയയുടെ കൂടെ, ക്രിയക്ക് കൂടെ ആഡ് ചെയ്യണതിനെ നമ്മൾ എന്താ പറയാ? ആഡ്വർബ്. ഇവിടെ ഏതാണ് ആഡ്വർബ്? വർക്ക്ഡ്. ഇവൻ നന്നായി, അവൻ സ്പീഡില് വർക്ക് ചെയ്തു. അപ്പൊ ഏതാണ് ആഡ്വർബ്? ക്വിക്ലി, അല്ലെ? വെരി ഗുഡ്. He worked the sum quickly. അവൻ വളരെ വേഗം വർക്ക് ചെയ്തു, അല്ലെ? അപ്പൊ ഏതാ ആഡ്വർബ്? ക്വിക്ലി, അല്ലെ? ഓക്കെ, ഇനി ഏതാ വരിക? നാലാമത്തെ അല്ല, പറഞ്ഞുതരുമോ? മിസ് ഒന്നുകൂടി പറഞ്ഞു തരുമോ? ഏതാ? ഒരു എക്സാമ്പിളും കൂടെ പറയുമോ? ആഡ്വർബ്. ഓക്കെ, he worked the sum quickly. ഓക്കെ, he fought അല്ലെങ്കിൽ നോക്കാം. The warrior fought bravely. The warrior fought, ഭടൻ നന്നായി, നല്ല ധൈര്യത്തോടുകൂടി യുദ്ധം ചെയ്തു. The warrior fought bravely. ഇവിടെ എന്താണ്? ഫോർട്ട്, ക്രിയ കഴിഞ്ഞു, അല്ലെ? യുദ്ധം ചെയ്തു. The warrior, ഭടൻ, അല്ലെ? സോൾജിയർ, the soldier. വാറിയർ എന്ന് പറഞ്ഞാൽ എന്താ? ഭടൻ നന്നായി യുദ്ധം ചെയ്തു. ഫൗട്ട് എന്ന് പറഞ്ഞാൽ തന്നെ ക്രിയ കഴിഞ്ഞു, അല്ലെ? ക്രിയ കഴിഞ്ഞു, ഫൗട്ട്. ഇനി എങ്ങനെയാണ് യുദ്ധം ചെയ്ത്? ബ്രേവിലി. അതിനേതാ പറയാ? അതിനെയാണ് നമ്മൾ എന്താ പറയാ? ആഡ്വർബ്. ഓക്കെ, ആഡ്വർബ്. എന്താ? ക്രിയയുടെ കൂടെ സ്പീഡില് വേറൊരു ആഡ് ചെയ്തൊരു വെർബ് തന്നെയാണ് നമ്മൾ എന്താ പറയാ? ക്രിയയുടെ കൂടെ വേറൊരെണ്ണം കൂടി ആഡ് ചെയ്ത് പറയുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? ആഡ്വർബ്. ഓക്കെ, he worked, അവൻ വളരെ വേഗത്തിൽ. കേട്ടാ? ക്രിയ വർക്കഡ് കഴിഞ്ഞു, അല്ലെ? he worked, ക്രിയ കഴിഞ്ഞു. ക്രിയയുടെ കൂടെ ആഡ് ചെയ്ത് പറഞ്ഞു he worked the sum quickly. വർക്ക് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞപ്പോ തന്നെ ക്രിയ കഴിഞ്ഞു. അപ്പൊ അതിന്റെ കൂടെ quickly അല്ല, quickly. he worked the sum quickly, വളരെ വേഗം വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ആഡ്വർബ് ഏതാ? ക്വിക്ലി. ഓക്കെ, അനുശ്രീ കെ വി ഡെഫിനിഷൻ ഒന്നുണ്ട്. ഓക്കെ, ആഡ്വർബ്. ഓക്കെ, ഓഫ് കോഴ്സ്. ആഡ്വർബിന്റെ എന്താ ഡെഫിനിഷൻ? An adverb is a word used to add something to the meaning of a verb, an adjective or another adverb. ഓക്കെ, എന്താണ് ആഡ്വർബ് എന്ന് പറഞ്ഞാൽ? എന്തെങ്കിലും കൂടുതൽ എക്സ്ട്രാ ഒരു മീനിങ് കൂടി, വെർബിന്റെ കൂടെ ഇത്തിരി കൂടി കൂട്ടി ഒരു മീനിങ്, അതിനെയാണ് എന്ത് പറയണേ? ആഡ്വർബ് എന്ന് പറയുന്നത്. He worked the sum, അവൻ വർക്ക് ചെയ്തു. അപ്പൊ തന്നെ വെർബ് കഴിഞ്ഞു, അല്ലെ? അവൻ ക്രിയ ചെയ്തു, വളരെ വേഗത്തിൽ ക്രിയ ചെയ്തു എന്ന് പറയുമ്പോഴെന്താ? ക്രിയ ചെയ്തു എന്ന് പറഞ്ഞാൽ തന്നെ വെർബ് കഴിഞ്ഞു. ആ വെർബ് ഒന്നും കൂടി നമ്മൾ ഡിഫൈൻ ചെയ്യണം. വി ആർ ഡിഫൈനിങ്
the verb. അല്ലെ? We are defining the verb again. നമ്മൾ ഒരു പ്രാവശ്യം കൂടി വെർബിനെ ഡിഫൈൻ ചെയ്യണം. അതിനെയാണ് എന്ത് പറയാ? ആഡ് വെർബ്. വെർബിന്റെ കൂടെ വന്നതിന്. ഓക്കെ, ഇനി അടുത്തത് അഞ്ചാമത്തെ എത്ര? ഓക്കെ ഓക്കെ, പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ. ഓക്കെ, ആറാമത്തെ. ഓക്കെ, ആറാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് പ്രിപ്പോസിഷൻ. ഓക്കെ, പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? A preposition is a word used with a noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. Relationship. Preposition is a noun. Noun in the pronoun കൂടെ noun pronoun കൂടെ relationship കാണിക്കാനായിട്ട് എന്ത് റിലേഷൻഷിപ്പ് കാണിക്കാൻ അത് യൂസ് ചെയ്യണേ എന്താ? ടു എക്സ്പ്രസ് ദ റിലേഷൻഷിപ്പ്. അതിനെയാണ് നമ്മൾ എന്താ പറയാ? പ്രിപ്പോസിഷൻസ് എന്ന് പറയാം. എക്സാമ്പിൾ കാണിച്ചിട്ട് മനസ്സിലാവും. There is a cow. There is a cow. There is a cow in the garden. There is a cow in the garden. പൂന്തോട്ടത്തിൽ പൂന്തോട്ടത്തിൽ ഒരു പശു ഉണ്ട് എന്ന് പറയുമ്പോ പ്രിപ്പോസിഷൻ എവിടെയാണ്? ഇൻ. അല്ലെ? എന്താണ് റിലേഷൻഷിപ്പ്? റിലേഷൻഷിപ്പ് കാണിക്കാനാണ് എവിടെ, അതായത് ലൊക്കേഷൻ റിലേഷൻഷിപ്പ് അതൊക്കെ കാണിക്കാനായിട്ടാണ് നമ്മൾ എന്ത് പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണത്. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ, ഓൺ, അറ്റ്, ഫോർ, ഇതൊക്കെയാണ് പ്രിപ്പോസിഷൻസിന് എക്സാമ്പിൾ. ടു, ഇതൊക്കെ എന്തിനാണ്? പ്രിപ്പോസിഷൻസിന് എക്സാമ്പിൾ ആണ്. The book is on the table. The book is on the table. മേശപ്പുറത്ത് ബുക്ക് ഇരിപ്പുണ്ട്. ഓക്കെ, അപ്പൊ ഏതാ പ്രിപ്പോസിഷൻ? ഏതാ പറയാ? ഓൺ. വെരി ഗുഡ്. പ്രിപ്പോസിഷൻ എന്തിനാ യൂസ് ചെയ്യണേ? നൗണിന് പ്രോനൗണിന് റിലേഷൻഷിപ്പ് നൗണിന്റെയും പ്രോനൗണിന്റെയും കൂടെ യൂസ് ചെയ്യണാണ് പ്രിപ്പോസിഷൻ. ഇറ്റ് ഈസ് എ വേർഡ് യൂസ്ഡ് with a noun or a pronoun to show how the person or thing denoted by the noun or pronoun stands in relation to something else. അതായത് ലൊക്കേഷൻ, നൗണിന്റെ പ്രോനൗൺ എവിടെയാണ്? ലൊക്കേഷൻ, റിലേഷൻഷിപ്പ്, അതൊക്കെ. അറ്റ് എവിടെയാണ്? ഷീ ഈസ് ദ നൗ അറ്റ് പാറ്റ്ന. ഷീ പാറ്റ്നയിലാണ്. ഷീ ഈസ് നൗ അറ്റ് ഡൽഹി. ഇതൊക്കെ എന്താണ്? പ്രിപ്പോസിഷൻ. മനസ്സിലായ? സൂചിപ്പിക്കാൻ എവിടെയാണ്, അതിനൊക്കെയാണ് പ്രിപ്പോസിഷൻ. ഓൺ ദ ടേബിൾ. ഓക്കെ, ഓൺ ദ ടേബിൾ പ്രിപ്പോസിഷൻ. ഇൻ ദ ഗാർഡൻ. ഓക്കെ, ഇൻ ദ ഗാർഡൻ. ഓക്കെ, അല്ലേതാ? ഇൻ. അല്ലെ? ഇന്നാണ് പ്രിപ്പോസിഷൻ. ഓക്കെ, ടു എന്നുള്ളതിലേതാ പ്രിപ്പോസിഷൻ? ടു പ്രിപ്പോസിഷൻ ആണ്. അല്ലെ? ടു യൂസ് ദ ബുക്ക്. ടു യൂസ് ദ ബുക്ക്. അതിനകത്ത് ടു ആണ് ഏതാ പ്രിപ്പോസിഷൻ വരും. ഓക്കെ, ഇനി ഏതാ വരിക? സ്ലോ ആയിട്ട് പറയാം, എഴുതെടുക്കാൻ പറ്റിയിരുന്നില്ല. എന്താണ് ഡെഫിനേഷൻ? അതിന്റെ ഡെഫിനേഷൻ സ്ലോ ആയിട്ട് പറയോ? എഴുതെടുക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അല്ല, എഴുതണ്ട, നോട്ട്സ് വരും കേട്ടാ. ഡോക്യുമെന്റ് ഡോക്കാക്കിയിട്ട് വൈകുന്നേരം അതും മിസ് കിട്ടും. ഡോക്കാക്കിയിട്ടേ ടെക്നിക്കലി അയച്ചു തരും മൊത്തം കേട്ടോ. ഇപ്പൊ ക്ലാസ് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഡോക്കില് കഴിഞ്ഞോണ്ട് എടുത്തില്ലേ? സെന്റൻസിന്റെ കിട്ടിയില്ലേ? സെന്റൻസസിന്റെ കിട്ടിയില്ല ഡോക്കില്? കിട്ടിയിട്ടില്ല. കിട്ടിയ പലർക്കും കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ മേടിക്കുക കേട്ടോ. അവർ ടെക്നിക്കലി ചോദിക്കുക, അവര് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ബാക്കി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, കിട്ടി. നോട്ടാക്കി. ഓക്കെ. രുക്കുഷാലു എന്താണ്? രുക്കുഷാലു എന്തെങ്കിലും ഉണ്ടാ പ്രോബ്ലം? ഇല്ല. ഓക്കെ, അപ്പൊ കൺജങ്ഷൻ ഏഴാമത്തെയാണ് കൺജങ്ഷൻ. ഓക്കെ, കൺജങ്ഷൻ. ഓക്കെ, കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? കൺജങ്ഷൻ ഏഴാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, ഏഴാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് എന്താണ് കൺജങ്ഷൻ? രണ്ട് സെന്റൻസസ്, രണ്ട് വാക്ക് സെന്റൻസസ്. ഓക്കെ,
രണ്ട് സെന്റൻസസിനെ, രണ്ട് വാക്യങ്ങളെ തമ്മിൽ ചേർക്കാൻ, ബന്ധിപ്പിക്കാൻ യൂസ് ചെയ്യണ എന്താ? കൺജങ്ഷൻ. ബട്ട്, ആൻഡ്. ഓക്കെ, ബട്ട്, ആൻഡ്, ബിക്കോസ്. ഓക്കെ, ഇതൊക്കെ എന്താണ്? രണ്ട് വാക്യങ്ങളെ കൂടെ ചേർക്കാൻ യൂസ് ചെയ്യണം. അതിനാണ് എന്ത് പറയാ? കൺജങ്ഷൻ. ഓക്കെ, അതാണ് ഏഴാമത്തെ പാർട്ട് ഓഫ് സ്പീച്ച്. രാമ, രാമ ആൻഡ്, രാമ ആൻഡ് ഹരി, രാമ ആൻഡ് ഹരി ആർ കസിൻസ്, രാമ ആൻഡ് ഹരി ആർ കസിൻസ്. ഓക്കെ, അപ്പൊ അവിടെ കൺജങ്ഷൻ ഏതാ? പറയൂ. അപ്പൊ എന്താ മിസ് പറഞ്ഞേ? രണ്ട് വാക്യങ്ങൾ. ഓക്കെ, 2 sentences, രണ്ട് വാക്യങ്ങളെ യോജിപ്പിക്കാൻ യൂസ് ചെയ്യണ എല്ലാത്തിനും നമ്മൾ എന്താ പറയാ? കൺജങ്ഷൻ. ഓക്കെ, ഏതൊക്കെയാ? ഒന്ന് എക്സാമ്പിള്. ബട്ട് അല്ലെ, ബട്ട്, ബിക്കോസ്, ആൻഡ് കൺജങ്ഷൻ എക്സാമ്പിൾസ്. ഓക്കെ, ഓക്കെ. ഈ എട്ടാമത്തെ ഏതാ? ഇന്റർജെക്ഷൻ. ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? An interjection is a word which expresses some sudden feeling. Sudden ആയിട്ടുള്ള ഫീലിംഗ്. ഓക്കെ, അതിന് എന്ത് പറയാ? ഇന്റർജെക്ഷൻ. എട്ടാമത്തെ ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ. ഓക്കെ, some sudden feeling. Okay, an interjection is a word which expresses some sudden feeling. Example, heavens. ദൈവമേ. Okay, heavens. Okay, heavens. പിന്നെ dear me. Okay, dear me. പിന്നെ oh my god. Okay, oh my god. Okay, oh my god. ഇതൊക്കെ എന്തിന് എക്സാമ്പിളാ? ഇതെല്ലാം ഇന്റർജെക്ഷൻ. ഓക്കെ, സഡൻ ഫീലിംഗ്. ഔച്ച് എന്നുള്ളതൊക്കെ. പിന്നെ ഹഗ്. ഇതൊക്കെ എന്തിനുള്ള? ഇന്റർജെക്ഷന് എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇതാണ് 8 പാർട്സ് ഓഫ് സ്പീച്ച്. ഓക്കെ, there are 8 words of classes or parts of speech. There are 8 words of classes or 8 parts of speech. ഓക്കെ, ഏതൊക്കെയാണത്? ഓക്കെ, നൗൺ അല്ലെ? നൗൺ പറയൂ. നൗൺ. വെരി ഗുഡ്. preposition, conjunction, adverb, position, conjunction, interjection, preposition, conjunction, interjection, conjunction and interjection. Okay, 5 എണ്ണം. Okay, 8 എണ്ണം. Okay, 8 parts of speech. Okay, interjection. Okay, ഇനി noun എന്ന് പറഞ്ഞാൽ എന്താ മിസ് പറഞ്ഞേ? noun എന്ന് പറഞ്ഞാൽ എന്താ? നാമം അല്ലെ? person, place or a place. Person. Noun, person, name of a person, place, name of a person, place or a thing. അതെന്താണ്? noun അല്ലെ? noun, name of a person, name of a person, name of a person or a place, thing. ഏതൊക്കെയാ വരിക? രാജു ഈസ് എ ഗുഡ് ബോയ്. അപ്പൊ എന്താ noun എവിടെ? noun ഏതാ? രാജു. ട്രിവാൻഡ്രം ഈസ് എ സിറ്റി. ഏതാ noun? ട്രിവാൻഡ്രം. ഓക്കെ, thing. The book is on the table. അതിനകത്ത് noun എവിടെ? അല്ലേ? The book. Very good. Akbar was a great king. Akbar was a great king. noun എവിടെ? Akbar. ഓക്കെ. ഇനി pronoun എന്താണ്? നാമത്തിന് പകരം അല്ലെ? നാമത്തിന് പകരം യൂസ് ചെയ്യണം. നാമത്തിന് പകരം യൂസ് ചെയ്യണ ഏതാണ്? pronoun. Okay, we use pronoun instead of noun. Like the word use instead, the word which use the word
used instead of a noun is called pronoun. Okay. ഏതൊക്കെയാണ്? he, she, she, it, ഇതൊക്കെ എന്തെങ്കിലും എക്സാമ്പിൾ ആ pronoun. Ma'am, they also we can use. Ma'am. Okay. They also we can use them. Example ആണ്. Yeah. We can use them for pronoun. Okay. അതിന് എന്തിനാണ് നമ്മള് നാമത്തിന് പകരം യൂസ് ചെയ്യണം. ഓക്കെ. എങ്ങനെയാണ് നമുക്ക് എന്താ pronoun എന്ന് പറയുന്നത്? സർവനാമം. ഓക്കെ. ശ്രീജിത്ത് ഈസ് ആബ്സെന്റ് because he is ill. ഇതിനകത്ത് pronoun ഇവിടെ ശ്രീജിത്ത്. he. വെരി ഗുഡ്. ഓക്കെ. ഇനി verb എന്താണ്? ക്രിയ അല്ലെ? A verb is a word which expresses an action or a thing. Okay. Example ഏതൊക്കെയാ? read, It brought. write, read, ജയിക്കുക, run, ഇതൊക്കെ എന്താണ്? വെർബിന് എക്സാമ്പിൾ ആണ് അല്ലെ? ഓക്കെ. ഇനി എന്താണ്? the girl wrote a letter to her cousin. പെൺകുട്ടി അവളുടെ കസിന് ഒരു ലെറ്റർ എഴുതി, ഒരു കത്ത് എഴുതി. അതിനകത്ത് വെർബ് എവിടെ? ഇനി മൂന്നാമത്തെ നമ്മൾ പഠിച്ച വിശേഷണം അല്ലെ? വിശേഷണം എന്ന് കേട്ടാൽ തന്നെ അറിയാം. അഡ്ജക്റ്റീവ് അല്ലെ? അഡ്ജക്റ്റീവ് എന്ന് കേട്ടാൽ തന്നെ അറിയാം എന്താണ്? വിശേഷിപ്പിക്കാൻ അല്ലെ? നൗണിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യണം. നൗണിനെ, അതായത് രാജു ഈസ് എ ഗുഡ് ബോയ്. രാജു ഈസ് എ ഗുഡ് ബോയ്. രാജുവിനെ വിശേഷിപ്പിക്കാൻ യൂസ് ചെയ്യണം നമ്മൾ എന്താണ്? ഗുഡ്. ഏതാണ്? ഗുഡ് അല്ലെ? വിശേഷണം. ഓക്കെ. സീത ഈസ് എ സ്മാർട്ട് ഗേൾ. ഓക്കെ. സീത ഈസ് എ സ്മാർട്ട് ഗേൾ. ഓക്കെ. അതിനെന്താ യൂസ് ചെയ്യണം? സ്മാർട്ട്. ഓക്കെ. the garden is beautiful. The garden is beautiful അല്ലെ? The garden is beautiful പറയുമ്പം ഏതാണ്? Beautiful. Okay. Very good. He is ഇനിയോട് മിസ് ചോദിക്കാം. He is a brave boy. He is a brave boy. Adjective എവിടെ? brave. അപ്പൊ അത് കിട്ടി, അഡ്ജക്റ്റീവ് കിട്ടി അല്ലെ? 3 എണ്ണം കഴിഞ്ഞു. അപ്പൊ കഴിഞ്ഞു? 4 എണ്ണം കഴിഞ്ഞു. pronoun, noun, pronoun, adverb, adjective വരെ. ഇനി adverb നോക്കാം. adverb എന്താണ്? adverb എന്ന് പറഞ്ഞാൽ വെർബ്, ക്രിയയെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ പറയാം. ക്രിയയുടെ കൂടെ കുറച്ചും കൂടി മീനിങ്, കുറച്ചും കൂടി അർത്ഥം ആഡ് ചെയ്യാം. ആഡ് ചെയ്യുന്നത് എന്താ? ക്രിയ. വെർബിന്റെ കൂടെ കുറച്ചും കൂടി ടു ആഡ് സം മീനിങ്, കുറച്ചും കൂടി അർത്ഥം ആഡ് ചെയ്യാൻ യൂസ് ചെയ്യാൻ എന്ത് പറയാ? adverb. എന്താ? he worked the sum. അവൻ വളരെ വേഗം. he worked the sum quickly. അപ്പൊ എന്താണ്? വെർബ് കഴിഞ്ഞു അല്ലെ? എന്താ മിസ് പറഞ്ഞേ? വെർബിന്റെ കൂടെ അത് തന്നെ. അപ്പൊ ഏതാണ് ആഡ്? ക്വിക്കലി. എന്തുകൊണ്ടാണത്? വെർബിന്റെ കൂടെ കുറച്ചും കൂടി മീനിങ് ആഡ് ചെയ്യണ കാര്യങ്ങളാണ് വെർബ്. ക്രിയ കഴിഞ്ഞു, ക്രിയയുടെ കൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ ആഡ് ചെയ്യണതിന് നമ്മൾ എന്താ പറയാ? ആഡ് വെർബ്. ഇതിനകത്ത് വർക്ക്ഡ് ദ സം ക്വിക്ക്ലി. അവൻ വളരെ പെട്ടെന്ന് കണക്ക് ചെയ്തു അല്ലെ? ആഡ് ചെയ്തു. അപ്പൊ ഏതാണ്? ആഡ് ക്വിക്ക്ലി. ഓക്കെ. he ran speedily. അവൻ വളരെ സ്പീഡ്ലി അല്ലെ? she spoke softly. അവൾ വളരെ മൃദുവായി സംസാരിച്ചു. അതിനകത്ത് ഇവിടെ ക്രിയയുടെ കൂടെ അല്ലെ? ക്രിയ കഴിഞ്ഞു. ക്രിയ എന്താ? വെർബ് അല്ലെ? ക്രിയ കഴിഞ്ഞു. സ്പോക്കാണ് ക്രിയ. പക്ഷേ in order to add something, in order to add some meaning, more meaning with the verb, അതിനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാ? adverb പറയാ. adverb. ഇതിനകത്ത് ഏതാ? she spoke softly. അവൾ വളരെ മൃദുവായി സംസാരിച്ചു. അതിനകത്ത് ഏതാണ്?
ആ Softly. ഓക്കെ ഓക്കെ ഇനി ഏതാണ് അറിയാ പ്രിപ്പോസിഷൻ ഏതാ 6 ഓക്കെ പ്രിപ്പോസിഷൻ എന്ന് പറയുമ്പോ എന്താ അല്ലെ പൊസിഷൻ ഡിനോട്ട് ചെയ്യാൻ പ്രീപൊസിഷൻ പൊസിഷൻ എന്ന് പറയുമ്പോ തന്നെ നമുക്കറിയാം എവിടെയാണ് അല്ലെ പൊസിഷന് മുമ്പ് അല്ലെ പൊസിഷൻ എവിടെയാണ് നൗൺ പ്രോനൗൺ നൗണിന്റെ പ്രോനൗൺ ഒക്കെ എവിടെയാണ് റിലേഷൻ ലൊക്കേഷൻ എവിടെയാണ് അതൊക്കെ സൂചിപ്പിക്കുക റിലേഷൻഷിപ്പ് വിത്ത് അതർ നൗൺസ് ആൻഡ് പ്രോനൗൺസ് ഇതിനെയാണ് നമ്മൾ എന്താ പ്രിപ്പോസിഷൻ യൂസ് ചെയ്യണത് പ്രിപ്പോസിഷൻ ഈസ് എ വേർഡ് യൂസ്ഡ് വിത്ത് എ നൗൺ എന്തിന്റെ കൂടെയാണ് എപ്പോഴും നൗണിന്റെ പ്രോനൗണിന്റെ യൂസ്ഡ് വിത്ത് എ നൗൺ ഓർ എ പ്രോനൗൺ ടു ഷോ കാണിക്കാൻ ടു ഷോ ഹൗ ദ പേഴ്സൺ ഓർ തിങ് ഡിനോട്ടഡ് by the noun or pronoun stands in relation to something else. എന്താണ് എന്താ എവിടെയാണ് ഇപ്പൊ അറ്റ് പാറ്റ്ന ഷീ ഈസ് നൗ അറ്റ് പാറ്റ്ന എവിടെയാണ് എവിടെ പ്രിപ്പോസിഷൻ ഏതാ അറ്റ് അല്ലെ ഷീ ഈസ് നൗ അറ്റ് ഡൽഹി ഇപ്പോൾ അവൾ ഡൽഹി അപ്പൊ ടു ഷോ എവിടെയാണെന്ന് അല്ലെ റിലേഷൻഷിപ്പ് എവിടെയാണ് ലൊക്കേഷൻ അറ്റ് അപ്പൊ അതെന്താണ് അത് പ്രിപ്പോസിഷൻ ഹെൽപ്പ് ചെയ്യണം ഇപ്പൊ പ്രിപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നൗണിനെയും സർവനാമ നൗൺസിനെയും പ്രോനൗൺസിനെയും മറ്റ് നൗൺസിനെയും പ്രോനൗൺസിനെയും എവിടെയാണ് എന്നിട്ട് നോട്ട് ചെയ്യാനും റിലേഷൻഷിപ്പ് അതൊക്കെ ഡിനോട്ട് ചെയ്യാൻ എന്താ യൂസ് ചെയ്യണ പ്രിപ്പോസിഷൻസ് എന്ന് പറയും. ഇനി ഏതാ ദ ബുക്ക് ഈസ് ഓൺ ദ ടേബിൾ പുസ്തകം മേശപ്പുറത്തിരിക്കുന്നു. ഇവിടെ പ്രിപ്പോസിഷൻ എവിടെയാണ് എവിടെയാണെന്ന് കാണിക്കുന്നു അല്ലെ എവിടെയാണെന്ന് കാണിക്കാൻ അതിനെ യൂസ് ചെയ്യണ ഏതാ പ്രിപ്പോസിഷൻ അല്ലെ അതിനാണ് ഓൺ പ്രിപ്പോസിഷൻ അല്ലെ. ഇനി ദ കൗ ഈസ് ഇൻ ദ ഗാർഡൻ പശു എവിടെയാണെന്ന് സൂചിപ്പിക്കണം പശു പൂന്തോട്ടത്തിൽ ആകുന്നു. അപ്പൊ അതിനെന്താ പശു പൂന്തോട്ടത്തിൽ ആകുന്നു. അതിനകത്ത് എവിടെ പ്രിപ്പോസിഷൻ ഇൻ അല്ലെ ഏതൊക്കെയാ അറ്റ് ഇന്ന് ഓണ് ഓറ് ഓഫ് ടു അങ്ങനെ പ്രിപ്പോസിഷൻസ്. അപ്പൊ നോക്കുക കേട്ടോ ഗൂഗിളിൽ നോക്കുക. അപ്പൊ നമ്മൾ സെന്റൻസ് പഠിച്ചു പാർട്സ് ഓഫ് സ്പീച്ച് പഠിച്ചു. സംശയം വരുവാണെങ്കിൽ മിസ്സിനോട് ചോദിക്കുക അല്ലെങ്കിൽ നോട്ട്സ് മിസ് അയച്ചു തന്നെ നോക്കുക ഡോക്കിലാക്കി ടെക്നിക്കലി അയച്ചു തരുമോ നോക്കുക. പിന്നെ 5 ക്വസ്റ്റ്യൻസ് തരും മോക്ക് ടെസ്റ്റ് ആയിട്ട് അത് ചെയ്തു നോക്കുക. പിന്നെ നിങ്ങൾ നോക്കുക എന്തെങ്കിലും ഡൗട്ട് വന്നാല് ഗൂഗിളിൽ നോക്കുക. ഗൂഗിളിൽ ഇല്ലാത്ത കാര്യങ്ങളില്ല കേട്ടാ സെർച്ച് ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് വന്നാല് എക്സാമ്പിൾസും ഒക്കെ നോക്കുക. ഓക്കെ അപ്പൊ മാം ഒരു കാര്യം ചോദിച്ചോട്ടെ മാം. ഓക്കെ മാം നേരത്തെ ബുക്സ് ഡോക്യുമെന്റ് ആയിട്ട് നേരത്തെ തരാൻ പറ്റുമോ? ക്ലാസ് കഴിഞ്ഞിട്ട് വൈകുന്നേരം അയച്ചു തരും കേട്ടാ. അല്ല എല്ലാ ദിവസത്തെ ക്ലാസ് അതായത് ഒരു കംപ്ലീറ്റ് ബുക്ക് എന്ന പോലെ മീൻസ് ഡോക്യുമെന്റ് ഫുൾ ആയിട്ട് അത് അയച്ചു തരാം. കാരണം മിസ് ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇന്ന് ഡോക്കിലാക്കി തരിക ചെയ്യണം ഓരോ ദിവസവും. അപ്പൊ അതാണ് പറഞ്ഞേക്കണേ. ഓക്കെ അപ്പൊ പിന്നെ 5 ക്വസ്റ്റ്യൻസ് തരും ഇന്നത്തെ ക്ലാസ്സിൽ അതും ചെയ്ത് നോക്കുക കേട്ടാ. പിന്നെ ഡൗട്ട് വന്നത് ഉടനെ ഗൂഗിളിലോ കാരണം നിങ്ങൾക്ക് 100 മാർക്കിന്റെ ഗ്രാമർ ഉണ്ട്. എന്തെങ്കിലും ഡൗട്ട് വന്നാല് ഇവിടെ നോക്കുക. നമ്മൾ ഡോക്കിലാക്കി അയച്ചു തരുന്നുണ്ട് 5 മോക്ക് ടെസ്റ്റ് തരുന്നുണ്ട് ക്വസ്റ്റ്യൻസ് അതും ചെയ്യുക. സംശയം വന്നാല് ഉടനെ ഗൂഗിളിൽ നോക്കുക കേട്ടാ. ഡൗട്ട് ഗ്രാമറിന്റെ ഗൂഗിളില് നമുക്ക് അപ്പൊ നമ്മുടെ കയ്യെത്തുന്ന ദൂരത്തിന് അല്ലെ ഫിംഗർ ടിപ്പ് നമ്മുടെ വിരൽത്തുമ്പിത്തിന് എടുത്തിട്ടുണ്ട്. എന്ത് നോക്കിയാലും നമുക്ക് അത് ലഭിക്കും അല്ലെ. ഡൗട്ട് വന്നാ നോക്കുക. ഓക്കെ അപ്പൊ കൺജങ്ഷൻ എന്താണ്? കൺജങ്ഷൻ എക്സാമ്പിൾ കൺജങ്ഷൻ എന്താണ്? 2 വാക്യങ്ങൾ അല്ലെ 2 വാക്യങ്ങളെ ചേർക്കാൻ യൂസ് ചെയ്യണ വേർഡ്സിനെ നമ്മൾ എന്താ പറയാ കൺജങ്ഷൻ. ഏതൊക്കെയാണ്? ബട്ട് ബിക്കോസ് ആൻഡ് അല്ലെ ഇതൊക്കെ എന്താ 2 വാക്യങ്ങളെ കൂടി ചെയ്യാൻ യൂസ് ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ കൺജങ്ഷൻ. എന്തോ ബിറ്റ്വീൻ
ബിറ്റ്വീൻ നോക്കണം, ഇറ്റ് കംസ് ബിറ്റ്വീൻ അല്ലെ, നോക്കണം കൺജങ്ഷൻ ബിറ്റ്വീൻ രണ്ട് വാക്യങ്ങൾ കൂട്ടിച്ചേർക്കാൻ യൂസ് ചെയ്യണതിനൊക്കെയാണ് കൺജങ്ഷൻ. അതായത് ഇപ്പൊ രാജു ഈസ് എ ഫുട്ബോൾ പ്ലെയർ, രാജു ഈസ് എ ഹോക്കി പ്ലെയർ. അപ്പൊ കൺജങ്ഷൻ രാജു ഈസ് എ ഫുട്ബോൾ പ്ലെയർ ആൻഡ് രാജു ഈസ് എ ടെന്നീസ് പ്ലെയർ. ഓക്കെ, ഫുട്ബോൾ പ്ലെയർ രണ്ടും കൂടി ചേർത്ത് രണ്ട് വാക്യങ്ങളെ ഒരുമിച്ച് ചേർക്കാൻ യൂസ് ചെയ്യുന്ന വേർഡ്സ്. അതായത് എ കൺജങ്ഷൻ ഈസ് എ വേർഡ് യൂസ് ടു ജോയിൻ വേർഡ്സ് ഓർ സെന്റൻസസ്. അതിനാണ് എന്ത് പറയാ, കൺജങ്ഷൻ. ബട്ട്, ബിക്കോസ്, ആൻഡ്. ഓക്കെ, ബിറ്റ്വീൻ വരില്ല, ബിറ്റ്വീൻ വരില്ല, ബിറ്റ്വീൻ പ്രിപ്പോസിഷനിലേ വരുള്ളൂ, ബിറ്റ്വീൻ പ്രിപ്പോസിഷനിലേ വരുള്ളൂ. ബട്ട് എന്ന് പറഞ്ഞാൽ സെന്റൻസ്, രണ്ട് വാക്യങ്ങൾ. ഉദാഹരണത്തിന് രാജു ഈസ് എ ഫുട്ബോൾ പ്ലെയർ ആൻഡ് രാജു ഈസ് എ ക്രിക്കറ്റ് പ്ലെയർ. അപ്പൊ നമുക്ക് എങ്ങനെ ചേർക്കണം, നമുക്ക് രണ്ട് വാക്യങ്ങളെ ചേർക്കണം. അതിന് യൂസ് ചെയ്യണതിനൊക്കെ എന്താ പറയാ, കൺജങ്ഷൻ. ബിറ്റ്വീൻ പ്രിപ്പോസിഷൻ വരും, ബിറ്റ്വീൻ എവിടെയാണെന്നല്ലേ ചോദിക്കണേ. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ, ലൊക്കേഷൻ അല്ലെ, മിസ് പറഞ്ഞ ലൊക്കേഷന്, റിലേഷൻഷിപ്പ്, അതൊക്കെ കാണിക്കണ എന്താണ്, പ്രിപ്പോസിഷൻ. ബിറ്റ്വീൻ പ്രിപ്പോസിഷൻ ആണ്. ഓക്കെ, കൺജങ്ഷൻ എന്താ, രണ്ട് വാചകങ്ങളെ യോജിപ്പിക്കാൻ യൂസ് ചെയ്യണ വാക്കുകളാണ് കൺജങ്ഷൻസ് എന്ന് പറയാം. ഓക്കെ, എക്സാമ്പിൾ ഏതൊക്കെയാണ്, ബട്ട്, ബിക്കോസ്, ആൻഡ് എക്സെട്ര. ഇനി ഡൗട്ട് വന്നാല് നോക്കുക, ഗൂഗിളിൽ നോക്കുക, ഗൂഗിളിൽ അപ്പൊ അടിച്ചു നോക്കുക. എന്ത് ഡൗട്ട് വന്നാലും ഗൂഗിളിൽ അടിച്ചു നോക്കുക. ഇവിടുന്ന് ഡോക്കാക്കി നോട്ട് നമ്മൾ തരുന്നുണ്ട്, മോക്ക് ടെസ്റ്റും ചെയ്ത് നോക്കുക കേട്ടോ. ഗൂഗിളിൽ കിട്ടാതെ ഇരിക്കില്ല കേട്ടോ. മാം പ്രോനൗൺ, ഹലോ എന്താണ് മാം പ്രോനൗൺ, ദേ വരൂ, ദേ വരും, പ്രോനൗണിൽ ദേ വരും, ദേ വരും കേട്ടോ. ദേ എന്ന് പറഞ്ഞാൽ ഇതിനെ യൂസ് ചെയ്യണല്ലോ. A noun is about your sister, have a name of a place or thing. രാജു ആൻഡ് രാമ അല്ലെ, രാജു ആൻഡ് രാജു, രാം, രാമ ആൻഡ് ശ്യാം, രാജു, രാമ ആൻഡ് ശ്യാമ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദേ വരൂലേ, ദേ യൂസ് ചെയ്യാം പ്രോണായിട്ട്. കാരണം എന്താ, രാജു, രാമ, ശ്യാമ. ഓക്കെ, അല്ലെങ്കിൽ രാജു, രാമു, സീത, ഇവരെല്ലാരും കൂടി എങ്ങനെ പറയും നമ്മള്, ദേ അല്ലെ. ഈ നൗൺസിന് പകരം യൂസ് ചെയ്യണ എന്താ പറയാ, പ്രോനൗൺസ്. അപ്പൊ ദേ വരും, ദേ പ്രോനൗൺ ആണ്. ഓക്കെ, പിന്നെ നമ്മൾ പഠിച്ച കൺജങ്ഷൻ കഴിഞ്ഞു അല്ലെ. കൺജങ്ഷൻ കഴിഞ്ഞതാ ഇന്റർജെക്ഷൻ. ഓക്കെ, ഇന്റർജെക്ഷൻ എന്താണ്, സഡൻ ഫീലിംഗ് അല്ലെ, എക്സ്പ്രഷൻ ഓഫ് സഡൻ ഫീലിങ്സ്. ഇന്റർജെക്ഷൻ എന്താ, ആൻ ഇന്റർജെക്ഷൻ ഈസ് എ വേർഡ് which expresses sudden feeling അല്ലെ, പെട്ടെന്നുള്ള ഇമോഷൻ, പെട്ടെന്നുള്ള വികാരക്ഷോഭങ്ങൾ കാണിക്കണം. അതായത് ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ്, ഓ മൈ ഗോഡ് അല്ലെ, അയ്യോ എന്റെ ദൈവമേ എന്ന് പറയാ, ഓ മൈ ഗോഡ്. അതൊക്കെ ഏതാണ്, ഇന്റർജെക്ഷൻ. പിന്നെന്താ, ഹെവൻസ്. ഓക്കെ, ഹെവൻസ്, ദൈവമേ, ഹെവൻസ്, അതെന്താണ് ഇന്റർജെക്ഷൻ. ഡിയർ മീ. ഓക്കെ, ഡിയർ മീ എക്സ്ക്ലമേഷൻ, അതെന്താണ് ഇന്റർജെക്ഷൻ. വാവ്, നല്ല ബ്യൂട്ടിഫുൾ അല്ലെ, ഗാർഡൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. താജ്മഹൽ, വാവ് നമ്മൾ പറയും അല്ലെ, താജ്മഹൽ, അതൊക്കെ എന്താണ് ഇന്റർജെക്ഷൻ പാർട്സ്. എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആയ ഇന്റർജെക്ഷൻ, എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആയ ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ആണ് ഇത്, വാവ് അല്ലെ, ഐ മീൻ ഇന്റർജെക്ഷൻ എട്ടാമത്തെ പാർട്സ് ഓഫ് സ്പീച്ച് ആയ ഇന്റർജെക്ഷൻ എക്സാമ്പിൾ ആണ് ഇതൊക്കെ. ഔച്ച്, അഗ്, ഔച്ച്, അഗ്. ഓക്കെ, ഇതൊക്കെ എന്തിനുള്ള എക്സാമ്പിൾ ആണ്, ഇന്റർജെക്ഷൻ അല്ലെ. താജ്മഹൽ, നമ്മൾ താജ്മഹൽ കാണുമ്പോൾ എന്താ പറയാ, വാവ് അല്ലെ, നല്ല ഭംഗിയുള്ള ഒരു പൂന്താട്ടം, അത് കാണുമ്പോൾ എന്താ പറയാ, വാവ് എന്ന് പറയാം അല്ലെ, വാവ്. പിന്നെന്താ, പിന്നെ നമുക്ക് അറിയാണ്ട് വിഷമം വന്നു, അലാസ് അല്ലെ, അയ്യോ മഴ പെയ്തു അല്ലെ, കൊടയില്ല, നമ്മുടെ കയ്യില് കൊടയില്ല, മഴ പെയ്തു, അലാസ് അയ്യോ മഴ പെയ്തു അല്ലെ. അതൊക്കെ എന്താണ്, ഇന്റർജെക്ഷന് എക്സാമ്പിൾ ആണ് അല്ലെ. ഹെവൻസ്, ദൈവമേ, ഹെവൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ഹെവൻസ്, ദൈവമേ. ഓക്കെ, അതൊക്കെ എന്താണ്, ഔച്ച്, നമ്മൾ അയ്യോ വേനൽ അല്ലെ, ഔച്ച് എന്ന് പറഞ്ഞാൽ ഓ മൈ ഗോഡ് വേനൽ, ഔച്ച്. നമുക്ക് കൈമുറി നമ്മൾ എന്താ പറയാ, ഔച്ച്
അല്ലെ? വേദനകൾ എക്സ്പ്രസ് ചെയ്യാനായിട്ടാണ് ഔച്ച് ഉപയോഗിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മള് സഡൻ ഫീലിംഗ്, നമ്മുടെ പെട്ടെന്നുള്ള ഇമോഷൻ ഫീലിങ്ങുകൾ എക്സ്പ്രസ് ചെയ്യാൻ യൂസ് ചെയ്യണതാണ് എന്താ പറയാ, ഇന്റർജെക്ഷൻ. ഓക്കെ, ഡിയർ മീ അല്ലെ, പിന്നെ എന്താണ് ഡിയർ മീ, ഡിയർ മീ, ഓ കഷ്ട എന്റെ ഇത് എന്ന് പറയുന്നത് ഡിയർ മീ, ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഡിയർ മീ. ഓക്കെ, ഇതൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്? ഇതെല്ലാം ഇന്റർജെക്ഷന് എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇനി ദ അഡ്ജക്റ്റീവ്. ഓക്കെ, ദ അഡ്ജക്റ്റീവ്, അഡ്ജക്റ്റീവ് നോക്കാം. അഡ്ജക്റ്റീവ്, ദ അഡ്ജക്റ്റീവ് തിരഞ്ഞെടുക്കുക കേട്ടാ. മിസ് ചോദിക്കുമ്പോ വിശേഷണം തിരഞ്ഞെടുക്കുക. ഓക്കെ, ദ അഡ്ജക്റ്റീവ്. ഓക്കെ, ഷീ, ഷീ ബ്രേവ്, ബ്രേവ്, പിന്നെ ഹാഫ്, ഷീ ബ്രേവ്, ഹാഫ് സോൾവ്. ഇതിനകത്ത് അഡ്ജക്റ്റീവ് ഒന്ന് തിരഞ്ഞെടുക്കൂ. അഡ്ജക്റ്റീവ് ഏതാ? മറന്നിട്ടില്ലേ? ആ ഓക്കെ. ഇനി എന്താണ്? ആഡ്വർബ്, ആഡ്വർബ് ഓഫ് വെർബ് ബ്രേവ്. ബ്രേവിന്റെ ആഡ്വർബ് ഏതാ? ഏതായിരിക്കും? ബ്രേവിലി അല്ലെ? ബ്രേവ് മിസ് പറഞ്ഞ ദ വാറിയർ ഫൗട്ട് ബ്രേവ്ലി, അല്ലെങ്കിൽ ദ സോൾജർ ഫൗട്ട് ബ്രേവ്ലി. നന്നായി ധൈര്യത്തോടെ യുദ്ധം ചെയ്ത് അല്ലെ? ഫൗട്ട് എന്ന് പറയുമ്പോൾ തന്നെ ക്രിയ കഴിഞ്ഞു. ഇനി ടു ആഡ് സം മീനിങ്, ബ്രേവ്ലി. ഓക്കെ, ഇനി ഏതാ വരുന്നത്? എലിമിനേറ്റ്. ദ വേർഡ് എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒഴിവാക്കുക. ഇതെന്താണ്? ഇതെന്ത് സാധന? ദ വേർഡ് എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. എന്താണിത്? കൺജങ്ഷൻ ആണോ, ജെറണ്ട് ആണോ, നൗൺ ആണോ, വെർബാണോ? പറയൂ. ദ വേർഡ് എലിമിനേറ്റ്, എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക. ഇതെന്താണ്? നൗൺ ആണോ, കൺജങ്ഷൻ? വെരി ഗുഡ്, വെർബ് അല്ലെ? എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രിയയാണ് അല്ലെ? ഒഴിവാക്കുക. അപ്പൊ ഏതാ? നൗൺ അല്ല, നാമോ അല്ല, കൺജങ്ഷൻ അല്ല, ജെറണ്ട് അല്ല, വെർബ് വെർബ് അല്ലെ? എലിമിനേറ്റ് എന്ന് പറഞ്ഞാൽ വെർബ്. ഓക്കെ, ഇനി ഏതാ? ഫൈൻഡ് ഔട്ട് ദ ആഡ്വർബ്. രാമ ഈസ് സോ വീക്ക് ബട്ട് ഹി റൺസ് ഫാസ്റ്റ്. അതിനകത്ത് ഏതാണ് ആഡ്വർബ്? രാമൻ വളരെ ടയറാണ്, പക്ഷെ അവൻ വളരെ വേഗത്തിൽ ഓടി. ഇതിനകത്ത് ഏതായിരിക്കും ആഡ്വർബ്? ഫാസ്റ്റ്. ഫാസ്റ്റ്, വെരി ഗുഡ്, ഫാസ്റ്റ് അല്ലെ? മിസ് പറഞ്ഞു ക്രിയയുടെ കൂടെ യൂസ് ചെയ്യുന്നത് സംതിങ് ടു എക്സ്പ്രസ്. ക്രിയയുടെ കൂടെ കുറച്ചും കൂടി മീനിങ് ആഡ് ചെയ്യുന്നതിന് നമ്മൾ എന്താ പറയാ? ആഡ്വർബ്. ഓക്കെ, ഓക്കെ. അപ്പൊ നമ്മുടെ പാർട്സ് ഓഫ് സ്പീച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മള് ഇന്നത്തെ 8 വേർഡ് ക്ലാസ് അത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മൊത്തം ഇതൊക്കെ നമ്മൾ നോക്കി. കഴിഞ്ഞ ക്ലാസ്സിൽ സെന്റൻസ് അല്ലെ? ഒന്നുകൂടി ഓടിച്ചിട്ട് നോക്കാം. സെന്റൻസ്, സെന്റൻസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചേ സെന്റൻസ് ഈസ് എ സെറ്റ് ഓഫ് വേർഡ്സ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ സെന്റൻസ് അല്ലെ? ജോൺ വെന്റ് ടു ഇംഗ്ലണ്ട്. ഒരു പദസമൂഹം പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ അതിനെ വാക്യമെന്ന് വിളിക്കുന്നു. ഓക്കെ, സെന്റൻസ്. എവരി സെന്റൻസ്, എല്ലാ വാക്യങ്ങളും 2 ഭാഗങ്ങളുണ്ട്. എവരി സെന്റൻസസ് കണ്ടെയ്ൻസ് 2 പാർട്സ്. ഏതൊക്കെയാ? സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ്. സബ്ജക്ട് is a person or a name or a thing. A subject is a person or thing that is doing an action. ആരെ പറ്റി അല്ലെങ്കിൽ എന്തിനെ പറ്റി പറയുന്നു അതിനെയാണ് സബ്ജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പ്രെഡിക്കേറ്റ് എന്താ? ദ പാർട്ട് അല്ലെ? ഏതൊരു ഭാഗമാണോ സബ്ജക്റ്റിനെ കുറിച്ച് പറയുന്നത്, ദ പാർട്ട് which tells about subject is called predicate. The boy ate the apple. അതിനകത്ത് ഏതാണ് സബ്ജക്റ്റ്? ബോയ് അല്ലെ? ate the apple predicate അല്ലെ? ഓക്കെ, പിന്നെ ഏതാണ്? സെന്റൻസസ് പഠിച്ചു. 4 തരം സെന്റൻസ്. അസർട്ടീവ്, അസർട്ടീവ് എന്താ എക്സാമ്പിള്? ഡിക്ലറേഷൻ അല്ലെ? ഒരു പ്രസ്താവന. ഓർ മറന്നുപോയോ? അസർട്ടീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഡിക്ലറേഷൻ. സൺഡേ ഈസ് എ ഹോളിഡേ. ഓക്കെ, അതിനെന്താ? അസർട്ടീവ്. ഓക്കെ, ഇമ്പരേറ്റീവ്, ഇമ്പരേറ്റീവ് ഏതാ? ഓർഡർ, കമാൻഡ്, റിക്വസ്റ്റ്, വിഷ്, അഡ്വൈസ് അല്ലെ? ഇമ്പരേറ്റീവ്. ഇൻട്രോഗേറ്റീവ് എന്താ? ക്വസ്റ്റ്യൻ.
ഹൂവ്, വിച്ച്, വാട്ട്, ആറ്, ആമ, എക്ക അല്ലെ. പിന്നെ ഇതാ എസ് ഓർ നോ ടൈപ്പ് അത് പഠിച്ചു. എക്സ്ക്ലമേറ്ററി എന്താ? സഡൻ ഫീലിംഗ്, വികാരക്ഷോഭങ്ങൾ അല്ലെ. വണ്ടർ, ഹാപ്പിനെസ്, ഇതൊക്കെ ചെയ്യുന്നതിന് എന്താ പറയാ? എക്സ്ക്ലമേറ്ററി സെന്റൻസസ്. ഇനി പഠിച്ചു എന്താ? ക്ലോസ് ഘടനാരീതി പ്രകാരം കൂടി, ക്ലോസ് സ്ട്രക്ചർ, ക്ലോസ് ഘടനാരീതി പ്രകാരം കൂടി വാക്യങ്ങളെ 4ആയി തരംതിരിച്ചിരിക്കുന്നു. അതേതൊക്കെയാണ്? സിമ്പിൾ സെന്റൻസസ്, കോമ്പൗണ്ട് സെന്റൻസസ്, കോംപ്ലക്സ് സെന്റൻസസ്, കോമ്പൗണ്ട് കോംപ്ലക്സ് സെന്റൻസസ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ സംശയം വരാം അല്ലെ. ക്ലോസ് എന്താണ്? സെന്റൻസ് എന്താണ്? സെന്റൻസ് എന്താണ്? സെന്റൻസ് കണ്ടെയ്ൻസ് സബ്ജക്ട് ആൻഡ് പ്രെഡിക്കേറ്റ് വിച്ച് ഈസ് കംപ്ലീറ്റ് ഇൻ സെൽഫ് അല്ലെ. സെന്റൻസ് എന്താ? ഒരു കൂട്ടം പദങ്ങൾ, ഒരു കൂട്ടം വാക്കുകൾ പൂർണ്ണമായ അർത്ഥം നൽകുകയാണെങ്കിൽ നമ്മൾ എന്ത്? സെന്റൻസ് എന്ന് പറയും. ഓക്കെ. ഇനി ക്ലോസ് എന്താ? സബ്ജക്റ്റും ഉണ്ടാവും, വെർബും ഉണ്ടാവും. ഹി റൺസ് ഫാസ്റ്റ്ലി അല്ലെങ്കിൽ ഹി റൺസ് ഡെയിലി, അതാണ് ക്ലോസ്. ഓക്കെ. ഇനി സിമ്പിൾ സെന്റൻസ് എന്ന് എന്താ? വൺ മെയിൻ ക്ലോസ്, ഒരു മെയിൻ ക്ലോസ് ലൈനാണ് സിമ്പിൾ സെന്റൻസസ് എന്ന് പറയാം. A sentences which contains one main clause is called simple sentence. John has gone to London. Okay. Compound ഏതാ? രണ്ട് മെയിൻ ക്ലോസ് ലൈന് കോമ്പൗണ്ട് സെന്റൻസ്. കോംപ്ലക്സ് ഏതാ? വൺ മെയിൻ ക്ലോസ് ആൻഡ് വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസസ്, കോംപ്ലക്സ് സെന്റൻസ്. ഇനി കോമ്പൗണ്ട് കോംപ്ലക്സ് ഏതാ? വൺ ഓർ മോർ സബോർഡ്, ടു മെയിൻ ക്ലോസസ്, രണ്ട് മെയിൻ ക്ലോസും വൺ ഓർ മോർ സബോർഡിനേറ്റ് ക്ലോസ്, അത് കോമ്പൗണ്ട് കോംപ്ലക്സ്. ഓക്കെ. അപ്പൊ 4 സബോർഡിനേറ്റ് എന്നാ മിസ് പറഞ്ഞേ? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാല് ഏതൊരു വാക്യത്തിന് മുമ്പില് കൺജങ്ഷൻ അല്ലെ, ഏതൊരു വാക്യത്തിന് മുമ്പില് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കൺജങ്ഷൻ വന്നോ അതിനെയൊക്കെ നമ്മൾ എന്ത് പറയും? സബോർഡിനേറ്റ് ക്ലോസ്. ഓക്കെ. ഇനി എന്താ പഠിച്ച? പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് ഓഫ് സ്പീച്ച് 8 എണ്ണം പഠിച്ചു അല്ലെ. there are 8 parts of speech or 8 words of classes. ഏതൊക്കെയാ വരിക? noun, pronoun, verb, adjective, adverb, preposition, conjunction and interjection. Okay. Okay. അപ്പൊ ഇതിന്റെ നോട്ട്സ് ഇന്ന് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ. ഓക്കെ. അപ്പൊ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ നോക്കുക, ഗൂഗിള് നോക്കുക കേട്ടോ. അപ്പൊ നിങ്ങളൊക്കെ ഇവിടെ അടുത്തുനിന്നുള്ള ഉള്ളവർ തന്നെയാണോ? ചേനോകലം പറവൂർ തന്നെയാണോ? ഓക്കെ. തൃശ്ശൂർ. ഓ കോട്ടയം. ഓക്കെ. ഓക്കെ. അപ്പൊ നോട്ട്സ് ടെക്നിക്കലി അയച്ചു തരും കേട്ടാ. 16 നോട്ട്സ് അയച്ചു തരും. അത് നോക്കുക. മോക്ക് ടെസ്റ്റ് 5 ക്വസ്റ്റ്യൻസ് എല്ലാ ദിവസവും തരും, അത് നോക്കും. ഇത് കൂടാതെ എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ ഗൂഗിളിൽ നോക്കും, സെർച്ച് ചെയ്യാം. അതൊന്ന് സെർച്ച് ചെയ്യും. ഗുരുവായൂർ. ഓക്കെ. ഓക്കെ. അപ്പൊ ക്ലാസ് കഴിയാറായിട്ടുണ്ട്. വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ഞാൻ താങ്ക് യു മിസ്. ഓക്കെ. താങ്ക് യു മിസ്. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you. Thank you, ma'am. Oh, okay.
ഇംഗ്ലീഷ് നോട്ട്സ് ആദ്യം ആരാ? ജംഷീന അഷ്റഫ് ആ നോട്ട്സ് അയച്ചു കൊടുക്കും. എല്ലാ ദിവസവും നോട്ട്സിന്റെ ഈ ക്ലാസ്സിന്റെ നോട്ട്സ് അയച്ചു കൊടുക്കും കേട്ടാ. ടെക്നിക്കലി അയച്ചു തരും നിങ്ങൾക്ക്. ആ എല്ലാവർക്കും ഇട്ടിട്ടുണ്ട്. കിട്ടാത്തവര് ചോദിച്ച് മേടിക്കുക കേട്ടോ. മാമിന്റെ വീട് എവിടെയാ? എന്റെ വീട് ചേന്നമംഗലം തന്നെ. പറവൂര്. ഓക്കെ. ഞാൻ അടുത്ത ക്ലാസ് കാണാം കേട്ടോ. ഓക്കെ. താങ്ക് യു മാം. ചേന്ദമംഗലം സ്ഥലം എവിടെയാ? പറവൂരല്ലേ? പറവൂര്. ആലപ്പുഴയിൽ അർത്തുങ്കൽ നിന്ന് ആരെങ്കിലും ഉണ്ടോ? എന്താ പറഞ്ഞ മനസ്സിലായില്ല. ആലപ്പുഴ അർത്തുങ്കൽ അറിയാവോ? അവിടെ നിന്ന് ആരെങ്കിലും ഉണ്ടോന്നറിയാൻ. കൊടുങ്ങല്ലൂരിന്ന് ആരെങ്കിലും ഉണ്ടോ? കൊടുങ്ങല്ലൂര്. ആരാ? ഞാനുണ്ട്. ആരാ? ബിദ്യയോ? എസ്എംപുരം എവിടെയാ? ഞാൻ കൊടുങ്ങല്ലൂർ എസ്എംപുരമാണ്. ആലുവ പെരുമ്പാവൂർ. ആരാ? അല്ല, ഞാൻ എസ്എംപുരം പത്താഴക്കാടാണ്. ആലപ്പുഴ നിന്ന് ആരെങ്കിലും ഉണ്ടോ? ആലപ്പുഴ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ഹലോ. ചോദിച്ചോളൂ. അതെ, എന്തെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പ് എന്തെങ്കിലും ഉണ്ടോ ഈ സ്റ്റഡിയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറയുന്നത്? ഉണ്ട്. ഉണ്ടല്ലോ, 2 ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പാണ്, 2 ഉണ്ട്. അതേത് ഗ്രൂപ്പ്? ഞാൻ നമ്പർ തരാം, എന്നെ കൂടെ ആഡ് ചെയ്യുമോ? ഞാൻ ഗ്രൂപ്പ് അഡ്മിൻ അല്ല, ഗ്രൂപ്പ് അഡ്മിൻസിലുണ്ട്, അവർ ആൻസർ പറയൂ കേട്ടോ. ഞാനും ആടല്ലല്ലോ. നമ്പർ പറഞ്ഞു, ഞാൻ മറ്റേ അഡ്മിന്റെ കൊടുത്തോളാം. നമ്പർ പറഞ്ഞോ, ഗ്രൂപ്പിലേക്ക് ടൈപ്പ് ചെയ്ത് ഇടാം. ആഡ് ചെയ്യാൻ പറയാം. എന്റെ നമ്പറും കൂടി ഇടാൻ പറ്റുമോ? നമ്പർ ഇതിന് മെസ്സേജ് അയച്ചാൽ മതി ഇപ്പൊ തന്നെ. പിന്നെ ആരെങ്കിലും എടുത്ത് അയച്ചോളൂ. ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട് നമ്പർ. അതുപോലെ ഇംഗ്ലീഷിന്റെ നോട്ട് കിട്ടിയിട്ടുണ്ടോ? ഇത്രയും പേർക്ക് ഗ്രൂപ്പിൽ ചേരാത്തുണ്ടോ? എന്റെ ആ ഗ്രൂപ്പിൽ ചേരാത്ത കുറെ പേരുണ്ട്. അവരൊന്ന് ആഡ് ചെയ്തോളൂ. ഇതൊക്കെ നമ്പേഴ്സ് ഒക്കെ മെസ്സേജിൽ കാണുന്നുണ്ട്. നമ്പർ എല്ലാം ഞാൻ എഴുതി എടുത്തോണ്ടിരിക്കും, ഒത്തിരി ഉണ്ട്. ഷിഫാനത്തിന്റെ നമ്പർ ഒന്ന് പറയോ? എസ്എംപുരം എന്നല്ലേ പറഞ്ഞേ? എറണാകുളം ബേസ്ഡ് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ?